ഹായ് എവരി വൺ, ഞാൻ ഗോപിക കൃഷ്ണൻ. മഹാത്മാഗാന്ധി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് പെഡഗോഗിക്കൽ സയൻസിലെ ഗവേഷണ വിദ്യാർത്ഥിയാണ്. കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ അഥവാ സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ LGBTQIA+ എന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. റിയ, ഈ ചിത്രങ്ങൾ നോക്കൂ. ഇതിൽ ഒരേ ജെൻഡറിലുള്ളവർ കല്യാണം കഴിച്ചിരിക്കുന്നത് കണ്ടോ? ടീച്ചർ, ഞാൻ മുമ്പ് എപ്പോഴോ കേട്ടിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞു തരുമോ? സാധാരണ ആളുകൾ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ളവരെ കല്യാണം കഴിക്കുകയും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ഇങ്ങനെയുള്ളവരെ നമ്മൾ പറയുന്നത് ഹെറ്ററോസെക്ഷൽ എന്നാണ്. ഇവിടെ മെയിലും ഫീമെയിലും തമ്മിലുള്ള മാരേജ്. വേറെയുമുണ്ട് ഇത്തരം ബന്ധങ്ങൾ. നമുക്കിതിനെ മുഴുവനായി സെക്ഷുവൽ ഓറിയൻറ്റേഷൻ എന്ന് വിളിക്കാം. സെക്ഷുവൽ ഓറിയൻറ്റേഷൻ ഈസ് എ ടേം used to refer to a person's pattern of emotional, romantic and sexual attraction to people of a particular gender. ലൈംഗിക ആഭിമുഖ്യം എന്ന് മലയാളത്തിൽ പറയാം. അതായത് ഒരു പ്രത്യേക ജെൻഡറിലുള്ള ആളുകളോട് തോന്നുന്ന സ്നേഹവും ലൈംഗികതയും വൈകാരികവുമായ അടുപ്പം എന്നാണ് ഇതിനുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പലതായി തരംതിരിച്ചിട്ടുണ്ട്. ആദ്യത്തേതാണ് ഹെറ്ററോസെക്ഷൽ, അട്രാക്ഷൻ ടു പീപ്പിൾ ഓഫ് ഓപ്പോസിറ്റ് ജെൻഡർ. അടുത്തത് ബൈസെക്ഷൽ ആണ്, അട്രാക്ഷൻ ടു ഓൾ ജെൻഡേഴ്സ്. ഹോമോസെക്ഷൽ എന്ന് പറഞ്ഞാലോ, അട്രാക്ഷൻ ടു പീപ്പിൾ ഓഫ് വൺസ് ഓൺ ജെൻഡർ. ഒരേ ജെൻഡറിലുള്ളവരോട് ഇഷ്ടം തോന്നുന്ന ആളുകളാണ് ഇവർ. അടുത്തതാണ് എസെക്ഷൽ, ദാറ്റ് ഈസ് നോട്ട് സെക്ഷുവലി അട്രാക്റ്റഡ് ടു അതർ പീപ്പിൾ. ഒരു വിഭാഗത്തിലുള്ള ആളുകളോടും താല്പര്യം തോന്നാത്ത വിഭാഗമാണ് ഇത്തരക്കാർ. വേറെയും വിഭാഗക്കാരുണ്ട്. ഇനി നമുക്ക് LGBTQIA+ എന്താണ് എന്ന് നോക്കാം. ഈ ടേം ജെൻഡർ ഐഡൻറ്റിറ്റികളെയും സെക്ഷുവൽ ഓറിയൻറ്റേഷനുകളെയും ഒരുമിച്ച് കൊണ്ടുള്ള ഒരു വാക്കാണ്. പ്ലസ് ചിഹ്നം സൂചിപ്പിക്കുന്നത് ഇനിയും ഇതിലേക്ക് കൂടിച്ചേർക്കാനുള്ള വാക്കുകളെയാണ്. ഇവയിലെ ഓരോ അക്ഷരങ്ങളും എന്താണെന്ന് നോക്കിയാലോ. L means lesbian, woman or woman attraction. G is for gay, men attraction. B bisexual, attraction to all genders. Next is T, that is transgender. Here gender identity is different from gender or sex assigned at birth. ഇതിനെക്കുറിച്ച് മുൻപ് ടീച്ചർ പറഞ്ഞു തന്നത് ഓർക്കുന്നില്ലേ? ട്രാൻസ്മെന്നും ട്രാൻസ് വുമണെയും പറ്റിയിട്ടൊക്കെ. അടുത്ത അക്ഷരമാണ് Q, queer or questioning. People who may be unsure of their sexual orientation or gender identity. ഈ ആളുകൾക്ക് അവരുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ അഥവാ ജെൻഡർ ഐഡൻറ്റിറ്റി ഏതാണെന്ന് സംശയമുള്ളവരായിരിക്കും. I for ഇൻ്റർസെക്സ്. ജനിക്കുമ്പോൾ ഒരാളിൽ തന്നെ സ്ത്രീയുടേതോ പുരുഷൻ്റെയോ ജനനേന്ദ്രിയ ഭാഗങ്ങൾ അഥവാ ക്രോമസോമുകൾ മുഴുവനായോ ഭാഗികമായോ കാണാൻ സാധിക്കുന്നു. ആൻഡ് ദ ലാസ്റ്റ് ലെറ്റർ ഈസ് A for asexual. People has no sexual or romantic attraction. നമുക്ക് ഇത്തരത്തിലുള്ള ആളുകളുടെ കുറച്ച് ചിത്രങ്ങൾ കണ്ടാലോ. ഒരു കാര്യം എപ്പോഴും ഓർമ്മ വയ്ക്കണം, ഇവരും നമ്മളെപ്പോലെയുള്ള ആളുകളാണ്. ഒരു കാരണവശാലും ഇവരെ മാറ്റി നിർത്തുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ല. ഇതൊരു രോഗമൊന്നുമല്ല എന്നുകൂടി എപ്പോഴും ഓർത്തു വയ്ക്കണം. ഈ ചിത്രങ്ങളും വീഡിയോകളും ഒന്ന് കണ്ടു നോക്കൂ.
ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിലൂടെ